ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലുകളുടെ ആരോഗ്യത്തിനും ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും ഒക്കെ ബദാം പാല് വളരെ മികച്ചതാണ്. വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ സമൃദ്ധമായിട്ടുള്ള ഈ ഒരു പാനീയം കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഗുണകരമാണ്. ബദാമിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലുകളെയും പല്ലുകളെയും ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഏറ്റവും മികച്ച നട്ട്സുകളിലൊന്നാണ്. മാഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മറ്റു ധാതുക്കളും പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും ഗണ്യമായ അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 13 ബദാമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ തലേദിവസം സോക്ക് ചെയ്യാനായിട്ട് കുതിർക്കാനായിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ബദാം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. പ്രായമാകുമ്പോൾ എല്ലുകൾ പൊടിയുന്ന അവസ്ഥ ഒഴിവാക്കാനായിട്ട് ബദാം പാല് നല്ലതാണ്. വൈറ്റമിൻ ഇ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒഴിവാക്കാൻ, അതിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കാനായിട്ട്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ബദാം അല്ലെങ്കിൽ ബദാം പാല് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ ബദാം തൊലിയൊക്കെ പൊളിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബദാം ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളിവിടെ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പാലും കൂടി ചേർത്തിട്ട്, ഇത് കാച്ചിയെടുത്ത പാലാണ് കേട്ടോ, ഒരല്പം ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പാല് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാരയൊന്നും അല്ല ചേർക്കുന്നത്. ശുദ്ധമായിട്ടുള്ള തേൻ കിട്ടുമെങ്കിൽ അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം മധുരം നോർമലി കഴിക്കുന്നതിന് പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ കഴിക്കാം. പക്ഷേ അത് കുറയ്ക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. ബദാം നമ്മളിവിടെ അരച്ചെടുത്താലും കുറച്ച് തരിതരി പോലെ ഉണ്ടാകും. അത് അങ്ങനെ ഒട്ടും പാടില്ല എന്നുണ്ടെങ്കിൽ അതുപോലും നമുക്ക് വൃത്തിയുള്ള തുണിയിൽ അരിച്ചൊഴിച്ചിട്ട് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ജസ്റ്റ് ചെറിയ തരിതരിപ്പൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതേ ബദാം പാല് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതായത് ഗുണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ കുറച്ച് പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ, അങ്ങനെയുള്ള അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഷുഗറിൻ്റെ അളവ് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. അതേപോലെ ഇതിന് കുറച്ചുകൂടി രുചി കിട്ടാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏലക്ക പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. ഒമേഗ 3 ഫാറ്റി ആസിഡ് തലച്ചോറിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും അതേപോലെ തന്നെ ഏകാഗ്രത വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ്. അതിനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും എല്ലാം ഒരേപോലെ കഴിക്കാനായിട്ട് നല്ലതാണ്. ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. കാലറി കുറവായതിനാൽ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഇത് ധൈര്യമായിട്ട് കുടിക്കാം. അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് കൊഴുപ്പ് നീക്കിയ പാലിൽ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് ഗുണം ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഹായ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൂടി സെലക്ട് ചെയ്യുക. താങ്ക് യു ഓൾ.